യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എന്റെ ഗൺമാൻ, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എന്റെ ഗൺമാന്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുമാകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ, ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. ആ മോളെ കണ്ട് ചോദിക്കുക, എവിടെയാണ്, എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ മൊമെന്റോ കൊടുത്തെന്ന് ചോദിക്കുക. എന്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് രണ്ട് തവണ മറച്ചൊന്നും വെച്ചില്ല, 2 തവണയല്ല 40 തവണ പോയെങ്കിലും പോയെന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആർക്കും ഒരു കടലാസും കൊടുത്തിട്ടില്ല, ഞാൻ ആരോടൊന്നും സംസാരിച്ചില്ല, എനിക്ക് ആരുമായിട്ടും ഒരു ഇടപാടുമില്ല. അതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മൊമെന്റോ കൊടുക്കലെന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയാണ്. ഞാനൊരു 10,000 മൊമെന്റോ എങ്കിലും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ജയിച്ചെന്നറിഞ്ഞാൽ അങ്ങനെ പോയി മൊമെന്റോ കൊടുക്കുന്ന. അതെ, ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിൽ പുറത്തും ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, പോകാറുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ചോദിച്ചാൽ എന്തോ ഒരു ചോദ്യമാണ്. മണ്ഡലത്തിനകത്താണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എന്റെ ഗൺമാൻ, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എന്റെ ഗൺമാന്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുമാകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ, ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. 8 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. ആ മോളെ കണ്ട് ചോദിക്കുക, എവിടെയാണ്, എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ മൊമെന്റോ കൊടുത്തെന്ന് ചോദിക്കുക. എന്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് രണ്ട് തവണ മറച്ചൊന്നും വെച്ചില്ല, 2 തവണയല്ല 40 തവണ പോയെങ്കിലും പോയെന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആർക്കും ഒരു കടലാസും കൊടുത്തിട്ടില്ല, ഞാൻ ആരോടൊന്നും സംസാരിച്ചില്ല, എനിക്ക് ആരുമായിട്ടും ഒരു ഇടപാടുമില്ല. അതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മൊമെന്റോ കൊടുക്കലെന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയാണ്. ഞാനൊരു 10,000 മൊമെന്റോ എങ്കിലും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ജയിച്ചെന്നറിഞ്ഞാൽ അങ്ങനെ പോയി മൊമെന്റോ കൊടുക്കുന്ന. അതെ, ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിൽ പുറത്തും ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, പോകാറുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ചോദിച്ചാൽ എന്തോ ഒരു ചോദ്യമാണ്. മണ്ഡലത്തിനകത്താണ്. ഓക്കെ.